ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ചർച്ച മമ്മൂട്ടി ക്യൂബ് സിനിമാസിൻ്റെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. മമ്മൂട്ടി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മലയാള സിനിമയിലെ ഏറ്റവും ഹൈപ്പിലെത്തിയ ഒരു ചിത്രമായി, മോസ്റ്റ് വാണ്ടഡ് ചിത്രമായി, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമയായി മാറുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഒരു കാര്യം പുറത്തു വന്നു, അത് സോഷ്യൽ മീഡിയയിൽ തീ പടത്തുകയും ചെയ്യുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മമ്മൂട്ടി, ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് സിനിമ ഉണ്ടാവില്ല എന്നുള്ള വാർത്ത തന്നെയാണ്. അവിടെ ഞെട്ടുകയാണ് ഓരോ മമ്മൂട്ടി പ്രേക്ഷകനും. അതുമാത്രമല്ല, ഇത് പ്രതീക്ഷ അർപ്പിച്ച ഓരോ വ്യക്തിയും. പക്ഷേ സങ്കടപ്പെടേണ്ടയോ അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. ഇവിടെ ഇതിൽ നിന്ന് ഖാലിദ് റഹ്മാൻ ഔട്ടായി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പ്രൊജക്റ്റ് സ്റ്റിൽ ഓൺ എന്നുള്ളതാണ്. മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ സിനിമയും അത് ഉണ്ടാകും, അതും സ്റ്റിൽ ഓൺ എന്നുള്ളതാണ്. പക്ഷേ രണ്ടും സെപ്പറേറ്റായി പോകുന്നു. ചില മാനസികമായി അല്ലെങ്കിൽ അവർക്ക് പരസ്പര ധാരണയില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അത് മാറുന്നു എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. എന്തായാലും മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ സിനിമ എന്നുള്ളതല്ലായിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ വന്നത്. മമ്മൂട്ടി ക്യൂബ് സിനിമാസാണ്. പിന്നീടാണ് ഖാലിദ് റഹ്മാൻ ഇതിനകത്തിലേക്ക് ആഡ് ആയത്. പക്ഷേ ഇക്കുറി അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരു സംവിധായകനിലൂടെ ഈ ഒരു സിനിമ വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അമൽ നീരദാകാം, അൻവർ റഷീദാകാം, അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടെ ഉറപ്പ് നൽകുന്നത് വേറെ ഒന്നുമല്ല. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് തന്നെ ഇന്ന് അവരുടെ പേജിൽ അത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അതിനകത്തിൽ 3 പേരുകളാണ്. ഒന്ന് മമ്മൂട്ടി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, രണ്ടാമത് കാട്ടാളൻ, അതേപോലെ തന്നെ മാർക്കോ. 3 ചിത്രങ്ങൾ. അതായത് ഈ 3 സിനിമകളും അവരുടെ തന്നെയാണ്, അവർ ഇതിലുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു ചെറിയ മാറ്റത്തോടെ. അതുകൂടാതെ മറ്റൊരു സന്തോഷകരമായ വാർത്ത ഈ ഒരു പ്രശ്നത്തിനിടയിൽ നമുക്ക് പറയാനുള്ളത്, ഇത് 2 സിനിമകളായി മാറുമെന്നുള്ളത്. അതായത് മമ്മൂട്ടി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്തത് അത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ നിതീഷ് സഹദേവൻ ചിത്രമുണ്ടാകും. അതുകൂടാതെ മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ സിനിമയും സംഭവിക്കുമെന്നുള്ളതാണ്. എന്താണേലും ഒരു സിനിമയെന്ന് പറഞ്ഞെടുത്ത് അത് 2ആയി മാറുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങളിലേ വരുള്ളൂ. പക്ഷേ പലർക്കും ഒരു ഞെട്ടലായിരുന്നെങ്കിലും ഇതൊരു ആശ്വാസം ലഭിക്കുന്ന അപ്ഡേറ്റ് തന്നെയായി മാറുകയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് വരാൻ പോകുന്നത് അമ്മാതിരി കൊടൂര ടീംസ് ആയിരിക്കും എന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കുറവായ ആ ഒരു കാര്യത്തിൽ ക്യൂബ്സ് വന്നു ചേർന്നാൽ മമ്മൂട്ടിക്ക് ഉള്ള മാക്സിമം പൊട്ടൻഷ്യൽ ലഭിക്കുമെന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എതിരാളികൾ പോലും ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അവർ ആശ്വസിച്ചുവെങ്കിൽ അവർക്ക് ഇരട്ടടി പോലെ തന്നെയാണ് 2 സിനിമകളും വരുമെന്നുള്ളത്. എന്താണേലും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ അനൗൺസ്മെൻറ്റ്, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്